കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഒരു കുടുംബ കോടതിക്ക് മുമ്പിൽ നടന്ന ഒരു കാഴ്ചയാണ് ഈ ചിത്രം പങ്കുവയ്ക്കുന്നത്. 5 വർഷം, ഒരു മനുഷ്യജീവിതത്തിൽ ചെറുതല്ലാത്ത കാലം. 2020 വിവാഹിതരായ സൗരഭും ശിഖയും പിന്നീട് പരസ്പരം ആരോപണങ്ങളിലേക്കും ഗാർഹിക പീഡന പരാതികളിലേക്കും കോടതി മുറികളിലേക്കും ഒക്കെ വഴിമാറുന്നു. ഓരോ ഹർജിയും, ഓരോ വാദവും, ഓരോ ഹാജരാകലും അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ മുറിവുകൾ ഉണ്ടാക്കി. ഒരു കാലത്ത് ജീവിതം ഒന്നിച്ചു സ്വപ്നം കണ്ട ദമ്പതികൾ പിന്നീട് പരസ്പരം ഓർത്തെടുത്തത് നല്ല നിമിഷങ്ങളെയല്ല, തെറ്റുകളെയാണ്. സ്നേഹം നിറഞ്ഞിരുന്ന മനസ്സിൽ പിന്നീട് നിറഞ്ഞത് പരാതികളും ആരോപണങ്ങളും വേദനകളുമായിരുന്നു. സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ 100 കുറവുകൾക്കിടയിലും ഒരു നന്മയെ തേടും. പക്ഷേ വെറുക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ 100 നന്മകൾക്കിടയിലും ഒരു കുറവ് മാത്രമാകും നമ്മുടെ കണ്ണിൽ പതിയുക. ഇവിടെയും അതാണ് സംഭവിച്ചത്. എന്നാൽ ജീവിതം ഒരു പരീക്ഷ വെച്ചു. ശിഖയുടെ പിതാവിന് ഹൃദയാഘാതമുണ്ടായി. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ സൗരഭ് വലിയ ചികിത്സാ ചെലവ് പൂർണ്ണമായി ഏറ്റെടുത്തു. ആ ഒരു പ്രവൃത്തിയിലൂടെ സൗരഭ് രക്ഷിച്ചതൊരു ജീവൻ മാത്രമായിരുന്നില്ല, 5 വർഷമായി മരണശയ്യയിൽ കിടന്നിരുന്ന ഒരു ബന്ധവും കൂടിയായിരുന്നു. പിറ്റേന്ന് കോടതിയിൽ ജഡ്ജി ചോദിച്ചു, വിവാഹമോചനം വേണ്ടതുണ്ടോ? സൗരഭ് ശിഖയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ 5 വർഷം അറിയാതെ പോയ സ്നേഹത്തിൻ്റെ നനുത്ത സ്പർശമുണ്ടായിരുന്നു. അടുത്ത നിമിഷം അവൾ കയ്യിലിരുന്ന വിവാഹമോചന ഹർജി കീറി എറിഞ്ഞു. ഓടിച്ചെന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിക്കരഞ്ഞു. കോടതി മുറി നിശബ്ദമായി. അവിടെ നിയമം തോറ്റിരുന്നില്ല, എന്നാൽ നിയമത്തിനു ചെയ്യാനാകാത്തത് സ്നേഹം ചെയ്തു കാണിച്ചു. 5 വർഷം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് കഴിയാതെ പോയതൊരു ചെറിയ നന്മയ്ക്ക് സാധിച്ചു. ഓർത്തു നോക്കൂ, നമ്മൾ ഇന്ന് വെറുക്കുന്ന പല മനുഷ്യരെയും ഒരിക്കൽ നാം അഭിമാനത്തോടെ ഓർത്തിരുന്നതല്ലേ, അവരെക്കുറിച്ച് സംസാരിച്ചിരുന്നതല്ലേ? ഇന്ന് നമ്മെ വേദനിപ്പിക്കുന്ന പലരും നമ്മൾ ഹൃദയത്തോട് ചേർത്തു നിർത്തിയിരുന്നവരല്ലേ? പിന്നെന്താണ് സംഭവിച്ചത്? പ്രശ്നം മനുഷ്യർ മാറിയതല്ല, അവരെ കാണുന്ന കണ്ണുകൾ മാറിയതാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ തകരാൻ തുടങ്ങുമ്പോൾ ഒരു നിമിഷമെങ്കിലും പഴയ നല്ല ഓർമ്മകളെ വിളിച്ചു വരുത്തുക. ഷേക്സ്പിയറിൻ്റെ മർച്ചൻ്റ് ഓഫ് വെനിസ് എന്ന നാടകത്തിൽ മനോഹരമായൊരു വരിയുണ്ട്. ദി ക്വാളിറ്റി ഓഫ് മേഴ്സി ഈസ് നോട്ട് സ്ട്രെയിൻഡ്. കാരുണ്യം നിർബന്ധിച്ചുണ്ടാക്കുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി ഒഴുകി വരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അതുതന്നെയാണ് സത്യം. സ്നേഹമെന്നത് ഒരിക്കലും വഴക്കില്ലായ്മയല്ല, മറിച്ച് വഴക്കുകൾക്കപ്പുറം ഒരാളെ മനസ്സിലാക്കാനുള്ള മനസ്സാണ്. പരസ്പരം ക്ഷമിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതം തകരുന്നത്. ഒരു പഴയ കഥയുണ്ട്. 2 സന്യാസിമാർ ഒരു നദി കടക്കുകയായിരുന്നു. ഒരു യുവതി നദി മുറിച്ചു കടക്കാൻ ഭയപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ അവരിൽ ഒരാൾ അവളെ എടുത്ത് മറുകരയിലെത്തിച്ചു. യാത്ര തുടരുമ്പോൾ മറ്റേ സന്യാസി ചോദിച്ചു, നാം സ്ത്രീകളെ സ്പർശിക്കുന്നത് തെറ്റല്ലേ? നമ്മളുടെ നിയമം അങ്ങനെ അല്ലല്ലോ. ആദ്യത്തെ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവളെ നദിക്കരയിൽ ഇറക്കി വിട്ടു, പക്ഷേ നീ ഇപ്പോഴും മനസ്സിൽ അവരെ ചുമന്നുകൊണ്ട് നടക്കുകയാണല്ലോ. നമ്മുടെ കുടുംബ ബന്ധത്തിലെ പല പ്രശ്നങ്ങളും ഇതുപോലെയാണ്. ഒരു തെറ്റ് സംഭവിക്കുന്നു, ഒരു വാക്ക് മുറിവേൽപ്പിക്കുന്നു, ഒരു ദിവസം കോപം വരുന്നു, സംഭവം അവിടെ അവസാനിക്കുന്നു. പക്ഷേ നാം അത് വർഷങ്ങളോളം മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു. ഇന്ന് കുടുംബ കോടതികളിലെ വിവാഹമോചന ഹർജികളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും അതിക്രൂരമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ തീരുമാനങ്ങളാണ്. അത്തരം തീരുമാനങ്ങളെ നമുക്ക് ബഹുമാനിക്കണം. എന്നാൽ പല ബന്ധങ്ങളും തകരുന്നത് ചെറിയ ഈഗോ ഒന്നുകൊണ്ട് മാത്രമാണ്. ഡൽഹി കോടതിക്ക് മുന്നിലെ ആ ആലിംഗനം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. 5 വർഷത്തെ കേസുകൾക്ക് കഴിയാതിരുന്നത് ഒരു നിമിഷത്തെ സ്നേഹത്തിന് കഴിഞ്ഞു. വെറുപ്പ് ഓർമ്മകളെ മുറിവുകളാക്കുമ്പോൾ സ്നേഹം മുറിവുകളെ ഓർമ്മകളാക്കും. നല്ല ദിവസം ആശംസിക്കുന്നു.